ഫ്രണ്ട്സ് ടെക്മെക് 5313 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാവൽ വ്ളോഗാണ്. അതായത് നമ്മുടെ മലയാള സിനിമയിലെ മെയിൻ ഒരു മനയായ അല്ലെങ്കിൽ ഒരു പഴയ തറവാടൊക്കെ ഉള്ള വരിക്കാശ്ശേരി മനയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുകയാണെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മനയോട് ചേർന്നിട്ടുള്ള ഒരു പാടം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു എൻട്രൻസ് 1-2 മൂവീസിൽ മാത്രമാണ് കാട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അത് അരമണിക്കൂർക്കാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മനയിലെ കാറുകൾക്കുള്ള എൻട്രൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അത് ആ കാണുന്നതാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീട് 6-ാം തമ്പുരാനിലെ. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ 6-ാം തമ്പുരാനിലെ മഞ്ജു ചേച്ചി താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങോട്ടകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. എന്തൊക്കെ എൻട്രൻസ് നിങ്ങൾ പോയി നല്ല സിനിമ ഷൂട്ടിംഗ് നോക്കിണ്ടായിരുന്ന? നല്ല കാശ് കിട്ടും. മെയിനായിട്ടുള്ള ഒരു ഓർമ്മകളല്ലേ. ഇതായിരിക്കും ഇതാണ് അടുക്കള. അപ്പൊ ആ തന്നെയോ അടുക്കള തന്നെയോ ഇത് കിണക്കണ്ടില്ലേ? കിണക്കന്നെ അടുത്താണ് അടുക്കള വരാൻ ചാൻസ്. ഇത് ബാക്കി പോരാ, എത്തിയോടെ തന്നെ എത്തിയില്ലോ. കിണക്കല് കാണിച്ചെടുത്ത കിണക്കുണ്ട്. ഇത് കണക്കെന്ന് തോന്നുന്നു. ക്യാമറ വരിക്കാശ്ശേരി മനയിലെ കിണർ കുന്ത്രാണ്ടങ്ങ കാണാല്ലേ. അവിടെ ഒരു കുഴിയുണ്ട്, അതാണെന്ന് തോന്നുന്നു കിണർ. ഇതെന്തുവാ അടുക്കളയിലത്തെ വെള്ളം കളയുള്ള സ്ഥലമാണ് ഗൈസ്. അല്ലടാ, ഇത് ചെളി വെള്ളം കളയുള്ള സാധനമാണെന്നുണ്ട്. അല്ല, അതിന് ഇതില് പാചകമൊക്കെ നടക്കണ്ട. വേറെ കത്തിച്ചിട്ട്
വരിക്കാശ്ശേരി മനയിലെ എഴുത്തൂത്തുകളാണ് ഈ കാണുന്നത്. പക്ഷെ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു പ്രേത സ്പോട്ട് ചെയ്ത എന്താ അവസ്ഥ? അല്ല ഞാനൊരു ഇത് പറഞ്ഞ അങ്ങനെ ഒരു പ്രേതം അങ്ങനെ അല്ല ആത്മാവാ അങ്ങനത്തെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ റൂംസ് പിന്നെ അത് എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും. ഭയങ്കര ഞാനേ കയറി വരുമ്പോൾ തന്നെ വരിക്കാശ്ശേരി മനയുടെ മെയിൻ ഡോർ വഴി എൻട്രൻസ് നിന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലെ ചിത്രവരകളാണ് ഇവിടെ. വളരെ പുരാതനമായ ലെങ്കിനൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ്. നടുമുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത്. കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഹലോ സിനിമയിൽ മോഹൻലാൽ വെള്ളടിച്ചിട്ട് പറയുന്ന ഒരു സീനുണ്ട്, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ പല പടങ്ങളും ഉണ്ട്. വളരെ പുരാതനമായിട്ടുള്ളൊരു കോണിയാണ് നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലെ. പിന്നെ ഇത് പവീസ് അല്ല പോളിസാനായിട്ടല്ലേ. നിനക്ക് നിന്റെ വീട് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചൂടെ? ഇതിന്റെ മോളിൽ ഈ സാധനം ഭയങ്കര വൈബ് സാധനമല്ലേ. ഇതിന്റെ ഒന്ന് പോരെ. അറിയില്ലട്ടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ വരിക്കാശ്ശേരി മനയുടെ എല്ലാ പടത്തിലും കാണുന്ന എൻട്രൻസ്. അതാണ് നമുക്ക് മനസ്സിലായല്ലോ മൊത്തം സെറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൊരു വ്ളോഗ്, അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ദിവസമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഉത്രാളിക്കാവ് അമ്പലം നമ്മളൊന്ന് ഇതേപോലെ ഒരു ചെറിയ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ട് എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വ്ളോഗിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു വളർച്ചയ്ക്ക് മെയിനായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനോഹരമായി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.